ഹായ് ഫ്രണ്ട്സ്, ബൂനിയൻ ഇലക്ട്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വി ലുക്കപ്സിൽ എക്സാക്ട് മാച്ചും പാർഷ്യൽ മാച്ചും ഉണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാക്ട് മാച്ചാണ് വി ലുക്കപ്പിൽ ചെയ്തത്. ഇനി പാർഷ്യൽ മാച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയുണ്ട്? ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്. ഇതാണ് നമ്മളെ റെഫറൻസ് ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1, 10 ഒരു ക്വാണ്ടിറ്റിക്ക് 100 രൂപ, 10 ക്വാണ്ടിറ്റി 10 എടുക്കണ 95 രൂപ, ഇങ്ങനെ 50 ക്വാണ്ടിറ്റി 90 രൂപ, അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ക്വാണ്ടിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റിയിലുള്ള ഇപ്പോൾ ഇവിടെ ഈ ക്വാണ്ടിറ്റി 58, ഉദാഹരണത്തിന് 58 എടുക്കുകയാണ്. 58 100-നേക്കാട്ടിലും ചെറുത്, ഏറ്റവും ലോവസ്റ്റ്, പിന്നെ ഈ ക്വാണ്ടിറ്റിന്റെ ലിസ്റ്റിൽ വരുന്നത് 50 ആണ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രൈസ് 90 ആണ്. അതാണ് ഇവിടെ വരേണ്ടത്. അതേപോലെ 140 ആണെങ്കിൽ 100 ലോവസ്റ്റ് ഈ റേഞ്ചിലുള്ളത് ക്വാണ്ടിറ്റി. അപ്പോൾ അതിന്റെ ലോവസ്റ്റ് റേഞ്ചിൽ വന്നതിന്റെ കറസ്പോണ്ടിങ് പ്രൈസ് ഇവിടെ 85 വരണം. ഓക്കെ, അതേപോലെ 400 ആണെങ്കിൽ 300 ലോവസ്റ്റ്, അപ്പോൾ 75 വരണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് ഇതിലേക്ക് പ്രൈസ് നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാർഷ്യൽ മാച്ച് വി ലുക്കപ്പിൽ. അതെങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഈക്വൽ എൻ്റെ ഇക്വേഷൻ ചെയ്താണ് വി ലുക്കപ്പ് ദെൻ നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത്, ഉദാഹരണത്തിൽ ഇവിടെ ക്വാണ്ടിറ്റി ഞങ്ങൾ സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് ഏത് റേഞ്ച് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, എനിക്ക് വേണ്ട റേഞ്ച് ഇതാണ്. ഈ ടേബിളിലെ റേഞ്ചിലാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഇനി നമുക്ക് നെക്സ്റ്റ് ചോദിക്കുന്നത് ഇതിൽ ഏത് ഇൻഡെക്സ് ആണെന്ന് വേണ്ടത്. യൂണിറ്റ് പ്രൈസ് അല്ലേ വേണ്ടത്. അപ്പോൾ അതിന് സെക്കൻഡ് ഇൻഡെക്സ് അല്ലേ, സെക്കൻഡ് കൊടുത്തു അതിൽ. ദെൻ എനിക്ക് എക്സാക്ട് മാച്ച് വേണ്ട, കാരണം പാർഷ്യൽ മാച്ച് വേണം. അപ്പോൾ ഞാനിവിടെ 1 കൊടുക്കുന്നു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ ഓട്ടോ സജസ്റ്റ്, ഓട്ടോ ഫില്ല് ചോദിക്കുന്നു, ഓട്ടോ ഫില്ല് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ 58-ന് കറസ്പോണ്ടിങ് പ്രൈസ് 90 വന്നത്. എന്തുകൊണ്ടാണ് വന്നത്? 58-ന്റെ ലോവസ്റ്റ്, ഈ റേഞ്ചിൽ ലോവസ്റ്റ് വരുന്നത് 58 എന്ന ക്വാണ്ടിറ്റി വരുന്നത് ഈ 50-ലാണ്. അപ്പോൾ അതിന് 90 ആണ് പ്രൈസ്, അതുകൊണ്ട് ഇവിടെ വന്നത്. ഓക്കെ, അതേപോലെ തന്നെ 140-ന് ലോവസ്റ്റ് പ്രൈസ് ഈ റേഞ്ചിൽ വരുന്നത് 100 ആണ്, അപ്പോൾ 85 വന്നു. 400 ഉള്ളതിന് 300 ലോവസ്റ്റ് ക്വാണ്ടിറ്റി, അപ്പോൾ 75 വന്നു. പിന്നെ 850 500 അപ്പോൾ 70 വന്നു. അപ്പോൾ ഇതാണ് ആ രീതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ എനി മാച്ച് ഐ ഡി വിച്ച് എവർ കോളം ഈസ് സെലക്റ്റഡ് ആൻഡ് വി വാണ്ട് ടു ഹാവ് ദ കോളം ഇൻഫർമേഷൻ. ഓക്കെ, നമുക്ക് കോളം നെയിം തന്നിട്ടുണ്ട്. അപ്പോൾ കോളം നെയിം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ കോളം നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഐ ഡി ഉണ്ട്, കോളം നെയിമും ഉണ്ട്. ഇനി ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വാല്യൂ ഇവിടെ ഉദ്ദേശിച്ചത് ഫോർ എനി മാച്ച് ഐ ഡി വിച്ച് കോളം സെലക്റ്റഡ് വി വാണ്ട് ടു ഹാവ് എ കോളം ഇൻഫർമേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ വാല്യൂല് വിന്നറെ ഈ ടീം 2 അല്ലേ, ടീം 1 അല്ലേ, ഈ ടീം 1-ൽ ഈ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ കിട്ടണം. ഈ ടീം 1-ൽ ഈ ഐ ഡി മാച്ച് ചെയ്യുന്ന കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ കിട്ടണം. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ടീം 1-ന്റെ ഇൻഡെക്സ് എനിക്ക് അറിയില്ലെങ്കിൽ, ഇവിടെ ഇൻഡെക്സ് അറിയെങ്കിൽ, ഇൻഡെക്സ് അറിയാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാമോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വി ലുക്കപ്പിന് കൂടെ ഒരു മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു കേട്ടോ, ഈ വി ലുക്കപ്പിന്റെ ഉള്ളിൽ. അപ്പോൾ അതെങ്ങനെ നോക്കാം. വി ലുക്കപ്പ് നമുക്ക് വേണ്ടത് ഇതാണ്. ഓക്കെ, ഈ മാച്ച് ഐ ഡി ആണുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഈ മാച്ച് ഐ ഡി ഉള്ള എൻ്റെ റീജിയൻ കിട്ടണം. ടേബിൾ മൊത്തം സെലക്ട് ചെയ്ത് ദെൻ നമുക്ക് വേണ്ടത് കറസ്പോണ്ടിങ് ഇൻഡെക്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ഇൻഡെക്സ് നമുക്ക് അറിയില്ല നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കോളം നെയിം എനിക്കറിയാം. അപ്പോൾ അതിന് ആ കോളം നെയിം ടീം 1 അല്ലേ,
ഞാനിവിടെ പുതിയൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് മാച്ച് എന്നുള്ള മാച്ച് ഫംഗ്ഷൻ. മാച്ച് ഫംഗ്ഷനിൽ എന്താണ് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വാല്യൂ ഫസ്റ്റ് മാച്ച് ഫംഗ്ഷനിൽ നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ ടീം 1 എന്നുള്ള വാല്യൂ എവിടെ ഉള്ളത് അത് കിട്ടണം. ഓക്കെ, അപ്പോൾ ടീം 1 വരുന്നത് ഇൻഡെക്സിലാണ്. അപ്പോൾ ഇൻഡെക്സിൽ വരുന്ന ടീം 1ന് ഇവിടെ ടീം 1 ഇൻഡെക്സിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻഡെക്സിലുള്ള റേഞ്ച് മാത്രം സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ID മുതൽ ഇൻഡെക്സ് വരെ, അപ്പോൾ Ctrl+Shift റൈറ്റ് ആരോ അടിച്ചാൽ ആ ഇൻഡെക്സിന്റെ മൊത്തം ഇൻഡെക്സുകൾ സെലക്ട് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് എന്താണ് വേണ്ടത്? അതിൽ എക്സാക്ട് മാച്ച് വേണം. അപ്പോൾ 0 കൊടുക്കുന്നു. ദെൻ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ VLOOKUPന്റെ ഒരു കണ്ടീഷൻ കൂടി ഇവിടെ ബാക്കിയുണ്ട്. അത് നമ്മൾ അതിന് പുറത്ത് കൊടുക്കും. അത് എനിക്ക് 0 എക്സാക്ട് മാച്ച് തന്നെയാണ് വേണ്ടി. 0 കൊടുക്കുന്നു. എക്സാക്ട് മാച്ച് ബ്രാക്കറ്റ് ക്ലോസ്. Did not find a team 1 in match evaluation. Okay. എക്സാക്ട് വേണമെങ്കിൽ ഇവിടെ പാർഷ്യൽ മാച്ച് കൊടുത്തിട്ടോ, എന്നാലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, VLOOKUP did not find the value team 1 in the match valuation. ഓക്കെ, ഇത് മനസ്സിലായി. ഇവിടെ നമ്മൾ ഇവിടെ റേഞ്ച് സെലക്ട് ചെയ്തില്ല, വെറും ഒരു കോളം മാത്രമാണ്, അതിലില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ അതിന് നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ സോറി, സെലക്ട് ചെയ്യേണ്ട റേഞ്ച് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ID മുതൽ ലാസ്റ്റ് വരെ ദെൻ എൻ്റർ കൊടുക്കാം. അപ്പോൾ ഡെക്കാൻ ചാർജസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതേ പ്രകാരം നമുക്ക് മാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് അതിൻ്റെ കോഡ്, ഈ ഫംഗ്ഷൻ കോഡ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇത് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.